അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്, വലദിക്റുല്ലാഹി അക്ബർ. അള്ളാഹുവെ ഓർമ്മിക്കുക എന്നത് ഏറ്റവും മഹത്തായ കാര്യമാണ്. അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് ഏറ്റവും മഹനീയമായ കാര്യം തന്നെയാണെന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദിക്റുള്ള, അള്ളാഹുവിനെ സ്മരിക്കുക, മനസ്സുകൊണ്ടും നാവുകൊണ്ടും അള്ളാഹുവിനെ എപ്പോഴും ഓർമ്മിച്ചു കൊണ്ടിരിക്കുക, സ്മരിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചതമ്പുരാൻ തൗഫീഖ് നൽകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു കാര്യം, രണ്ട് കലിമത്തുകൾ നാവിന് ഭാരമില്ലാത്തവയാണ് ആ കലിമത്തുകൾ. എന്നാൽ അവ രണ്ടും മീസാനിൽ ഭാരമുള്ള കലിമത്തുകളാണ്. മാത്രവുമല്ല, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും പ്രിയങ്കരമായ രണ്ട് ദിക്ർ. ഏതാണ് ആ രണ്ട് ദിക്ർ? നിങ്ങൾ ഈ കാണുന്ന സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, ഈ രണ്ട് കലിമത്തുകൾ നാവിന് ഭാരമില്ലാത്തവയാണ്, നമുക്ക് പറയാം. പക്ഷേ നാളെ മീസാൻ എന്ന ത്രാസിൽ ഏറ്റവും കൂടുതൽ ഭാരം നിൽക്കുന്ന രണ്ട് ദിക്റുകളാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ചൊല്ലാൻ വളരെ എളുപ്പമാണ്, എന്നാൽ അവ രണ്ടും മീസാനിൽ വളരെയധികം ഭാരമുള്ളവയാണ്. അതായത് മനുഷ്യൻ്റെ കർമ്മങ്ങളെല്ലാം ഖിയാമത്ത് നാളിൽ തൂക്കി കണക്കാക്കപ്പെടുന്ന മീസാൻ എന്ന തുലാസിൽ കനം തൂങ്ങുന്നതാണ് ഈ രണ്ട് കലിമത്തുകൾ. അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ ഈ രണ്ട് കലിമത്തുകൾ. ഇൻഷാ അല്ലാഹ് ഇവകൾ നമുക്ക് ഇന്ന് ചൊല്ലി ആത്മാർത്ഥമായിട്ട് നമുക്ക് അള്ളാഹുവിലേക്ക് ദുആ ചെയ്യാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അവനെ സ്തുതിക്കുന്നതിനോടൊപ്പം അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. വളർമ്മയുടയവനായ, മഹത്വമുടയവനായ അള്ളാഹുവിനെ ഞാൻ എന്തെന്ന് വാഴ്ത്തുന്നു, അവൻ്റെ പരിശുദ്ധിയും ഞാൻ വാഴ്ത്തുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മീസാൻ എന്ന ത്രാസിൽ ഭാരം നിൽക്കുന്ന പടച്ചതമ്പുരാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ രണ്ട് ദിക്റുകൾ, പോർഷയാക്കപ്പെട്ട, മഹത്വമാക്കപ്പെട്ട, ബർക്കത്താക്കപ്പെട്ട, റഹ്മത്താക്കപ്പെട്ട അള്ളാഹുവിൻ്റെ റഹ്മത്തുകൾ പെയ്തിറങ്ങുന്ന ഈ പവിത്രമാക്കപ്പെട്ട, ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസത്തിൽ ഇൻഷാ അല്ലാഹ് ചൊല്ലി നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് പറയാം. അള്ളാഹു പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. പടച്ചതമ്പുരാൻ പരിപൂർണമായും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ കൂടെ ചൊല്ലുക. അള്ളാഹു നാം ചൊല്ലുന്ന ഈ ദിക്റുകൾ നാളെ നമുക്ക് മീസാൻ എന്ന ത്രാസിൽ ഭാരമുള്ളവയാക്കി മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ചൊല്ലുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി
സുബ്ഹാനല്ലാഹിൽ അലീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഈ കാണുന്ന ദുആ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ ചൊല്ലിയിരുന്ന പതിവാക്കിയിരുന്ന ഒരു ദുആ, നമ്മുടെ ഇഹത്തിലും പരത്തിലും ദുനിയാവിലും ആഖിറത്തിലും വിജയം ലഭിക്കാൻ ഒരുപാട് പ്രത്യേകതകൾ ഈ ദുആയിനുണ്ട്. നരകത്തിൽ നിന്നുള്ള, നരകത്തിൻ്റെ അദാബിൽ നിന്നുള്ള മോചനം, നമ്മുടെ കരിയർ, ബിസിനസ്, കച്ചവടം ഒക്കെ വിജയം ലഭിക്കാൻ, നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ, അതിലേറ്റവും വലിയ കാര്യമാണ് നമ്മുടെ ഇഹത്തിലും പരത്തിലും നമുക്ക് വിജയം ലഭിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു 3 പ്രാവശ്യം ദുആ കൂടെ ചൊല്ലുക. അല്ലാഹു സ്വീകരിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അല്ലാഹുവേ, നീ ഖബൂൽ ചെയ്യണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ഈ റമളാനിലെ ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10 നമുക്കെല്ലാവർക്കും അറിയാം. ആ റഹ്മത്തിൻ്റെ 10 ചൊല്ലാറുള്ള ദുആയും കൂടി പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാ ദുആയിലേക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാ
ഈ ഒരു ദിക്റും കൂടി പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. اللهم ارحمني يا أرحم الراحمين. 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 അപ്പോൾ ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുകയാണ്. എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ആമീൻ പറയുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, കരുണയുള്ള കൃപയുള്ള ദയാലുവായ റബ്ബേ, ഞങ്ങളുടെ സകല ദോഷങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി തരണയല്ലാഹ്. ജീവിതത്തിൽ സംഭവിച്ച സകല പിഴവുകളും മാപ്പാക്കണയല്ലാഹ്. അല്ലാഹുവേ, ശേഷിക്കുന്ന ജീവിതം നിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി പടച്ചതമ്പുരാനെ ജീവിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകണയല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ സ്വീകരിക്കണയല്ലാഹ്. അല്ലാഹുവേ, പടച്ചതമ്പുരാനെ, ഞങ്ങൾ ചൊല്ലിയ എല്ലാ ദിക്റുകളും ദുആക്കളും സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചതമ്പുരാനെ, ജീവിതങ്ങളിൽ ഖൈറും ബറക്കത്തും നൽകണയല്ലാഹ്. പലരും പല രീതിയിലുള്ള പ്രയാസങ്ങൾ കൊണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ടായിരുന്നു റബ്ബേ. എല്ലാവരുടെയും ആവശ്യങ്ങൾ, ഹലാലായ മുറാദുകൾ നീ നിറവേറ്റി കൊടുക്കണയല്ലാഹ്. ഒരുപാട് ബുദ്ധിമുട്ട് മാറാൻ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ടായിരുന്നു അല്ലാഹ്. അല്ലാഹുവേ, പടച്ചതമ്പുരാനെ എല്ലാവരെയും സ്വീകരിക്കണേ അല്ലാഹ്. ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചതമ്പുരാനെ, മക്കൾക്ക് അനുയോജ്യരായ ഇണകളെ കിട്ടാൻ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ടായിരുന്നു അല്ലാഹ്. അല്ലാഹുവേ, സ്വാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ്. പടച്ചതമ്പുരാനെ, ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലാഹ്. ഉംറ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലാഹ്. നിന്റെ പുന്നാര നബിയുടെ ചാരത്തേക്ക് വരാൻ കൊതിക്കുന്നവരുണ്ട് അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ആഗ്രഹമുണ്ട് റബ്ബേ. അല്ലാഹുവേ, പടച്ചതമ്പുരാനെ, പുണ്യമാക്കപ്പെട്ട, പവിത്രമാക്കപ്പെട്ട, ശ്രേഷ്ഠമാക്കപ്പെട്ട ആ മണ്ണിലേക്ക് ഞങ്ങളെയും എത്തിക്കണയല്ലാഹ്. വസിയ്യത്ത് ചെയ്തവരെയും എത്തിക്കണയല്ലാഹ്. അതിനുള്ള സാമ്പത്തിക ഭദ്രത നൽകണയല്ലാഹ്. അല്ലാഹുവേ, പടച്ചതമ്പുരാനെ, ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടങ്ങളിൽ നീ വിജയം നൽകണയല്ലാഹ്. ബിസിനസ്സിൽ വിജയം നൽകണയല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് മക്കൾ പല രീതിയിലുള്ള പരീക്ഷകൾ എഴുതാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവരുണ്ട് റബ്ബേ. ഉന്നതമായ വിജയങ്ങൾ നൽകണയല്ലാഹ്. അല്ലാഹുവേ, ഓർമ്മശക്തി നൽകണയല്ലാഹ്. ബുദ്ധിശക്തി നൽകണയല്ലാഹ്. ചിന്താശക്തി നൽകണയല്ലാഹ്. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന നല്ല മക്കളാക്കി മാറ്റണയല്ലാഹ്. അല്ലാഹുവേ, എല്ലാ അപകടങ്ങളിൽ നിന്നും കാക്കണയല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്നും കാക്കണയല്ലാഹ്. ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കാക്കണയല്ലാഹ്. പടച്ചതമ്പുരാനെ, ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാഹ്.
അള്ളാഹുവെ നിന്നോട് ഞങ്ങൾക്കൊരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട് അല്ലാ. എല്ലാ ഷർറുകളിൽ നിന്നും ഞങ്ങളെ കാക്കണയല്ലാ. അള്ളാഹുവെ ഷർറുകളിൽ നിന്നും കാക്കണയല്ലാ. അള്ളാഹുവെ പരിശുദ്ധമാക്കപ്പെട്ട ഈ റമളാനിൽ അല്ലാ നിൻ്റെ കാരുണ്യത്തിൻ്റെ ഈ പത്തിൽ നിൻ്റെ റഹ്മത്ത് നൽകിയവരിൽ ഈ ഉള്ളവരെയും ഉൾപ്പെടുത്തണേ അല്ലാ. അള്ളാഹുവെ പടച്ച തമ്പുരാനെ ദുആ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹുവേ നിൻ്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെല്ലാം ഖൈറായ കാര്യങ്ങൾ നിന്നോട് ചോദിച്ചോ ആ മുഴുവൻ കാര്യങ്ങൾ ഞങ്ങളും നിന്നോട് തേടുന്നു അല്ലാ. എന്തിൽ നിന്നെല്ലാം കാവലിനെ ചോദിച്ചോ ആ കാര്യങ്ങളിൽ നിന്ന് ഞങ്ങളും കാവലിനെ തേടുന്നു അല്ലാ. ഖൈറിനോട് ഞങ്ങളെ അടുപ്പിക്കണയല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദന്മാരെ സ്വീകരിക്കണേ അല്ലാ. അവരുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണയല്ലാ. രോഗങ്ങൾ മാറ്റിക്കൊടുക്കണയല്ലാ. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണയല്ലാ. മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കണയല്ലാ. സ്വർഗീയ ആരാമമാക്കണയല്ലാ. അവരെ ഖബറിനെ കണ്ടെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഈ ദുആ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ച തമ്പുരാനെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലാ ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ധാരാളം പേര് അല്ലാ ഗൾഫ് നാടുകളല്ലാതെയും കഴിയുന്നവരുണ്ട് അല്ലാ. അള്ളാഹുവേ അവരുടെ ജോലികളിൽ ബറക്കത്ത് നൽകണയല്ലാ. അപകടങ്ങളിൽ നിന്നും കാക്കണയല്ലാ. സന്തോഷത്തോടെ കുടുംബങ്ങളിലേക്ക് മടങ്ങി വരാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഈ ദുആ സ്വീകരിക്കണേ റബ്ബേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. ഇതിൽ പങ്കെടുത്ത ഓരോരുത്തരെയും അള്ളാഹു സ്വീകരിക്കട്ടെ. അവരുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അവരുടെ കുടുംബ ജീവിതങ്ങളിൽ ഖൈറും ബറക്കത്തും നൽകട്ടെ. അള്ളാഹു നമ്മളെല്ലാവരെയും പരിപൂർണമായും സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.